അന്ധനായ ഭർത്താവുമൊത്ത് 38 വർഷം ചോർന്നൊലിക്കുന്ന വീട്ടിൽ വടക്കേക്കര പഞ്ചായത്തിന്റെ കാരുണ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. വടക്കേക്കര പഞ്ചായത്തിൽ 13-ാം വാർഡിൽ ഞാലിയത്ത് വീട്ടിൽ അന്ധനായ ശശിയും ഭാര്യ മാലതിയുമായി 38 വർഷമായി ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്നു. പ്ലാസ്റ്റിക് ഷീറ്റും മറുസൈഡിൽ പൊട്ടിപ്പൊളിഞ്ഞ അലൂമിനിയം ഷീറ്റും വിരിച്ച മേൽക്കൂരയിൽ താഴെയാണ് ഇവരുടെ താമസം. ചെറിയൊരു മഴ പെയ്താൽ വീടിനകത്ത് വെള്ളം കയറും. തോടിൻ്റെ മുകളിൽ 3 ചെറിയ കോൺക്രീറ്റ് സ്ലാബിലൂടെയാണ് വീട്ടിലേക്കുള്ള വഴി. അയൽവാസികൾ തങ്ങളുടെ സ്ഥലം കയ്യേറിയതായും മരങ്ങൾ വെട്ടി നശിപ്പിച്ചതായും പരാതിപ്പെടുന്നു. കയർവിരിയും വീട്ടുജോലിയുമാണ് ഇത്രയും നാൾ ജീവിച്ചത്. രോഗികളായ ഇരുവർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഭവന നിർമ്മാണത്തിനായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തെങ്കിലും നടപടിയുണ്ടായില്ല. നാട്ടുകാരുടെ സഹായത്തിലാണ് ഇരുവരും ജീവിക്കുന്നത്. മക്കളില്ലാത്ത രോഗികളായ വൃദ്ധ ദമ്പതികൾ വടക്കേക്കര പഞ്ചായത്തിൻ്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് വാർഡ് മെമ്പർ നൽകിയ റിപ്പോർട്ടാണ് കൂടെ ചേർക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ വീടിനുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. പുതിയ ലിസ്റ്റിലും പേരുണ്ട്. തോടിനോട് ചേർന്നുള്ള ഭൂമിയായതിനാൽ പെർമിറ്റ് ലഭിച്ചില്ല. പണം ലഭിച്ചാലും വീട് നിർമ്മിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഈ വൃദ്ധ ദമ്പതികൾക്കുള്ളത്. സ്ഥലം കട്ടത്തിരിച്ചിൽ എടുത്തിട്ട് നമുക്ക് ഇതൊന്നും അളപ്പിക്കാനോ കൊടുക്കാനോ ഒന്നും നിവൃത്തിയില്ലാത്ത രീതിയിൽ അവരുടെ ആട്ടുഭവനം കുത്തും കേട്ട് കിടക്കുന്നു. നമ്മൾ വേറെ ജീവിക്കാനുള്ളൊരു പദ്ധതി നമ്മളിൽ നിന്നില്ല. അപ്പം സാറ് കണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ. അപ്പം അത് കാരണം ഇതിനെ കൊണ്ട് നോക്കി നടക്കാനുള്ളൊരു എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി വേറെ വന്നാലും മതി. ഈ കോളനി 1 ഏക്കർ കഴിഞ്ഞിട്ട് ബാക്കി എൻ്റെ പേരിലുള്ളതാണ്. തോട് പഞ്ചായത്തിൻ്റെ വെള്ളം പോണതാണ്. ഇത് പടിഞ്ഞാറെന്നാണ് ഇതിൻ്റെ അളവ്. മതിലിടുന്നതിന് മുൻപായി വടക്കേക്കര സയ്യ പറഞ്ഞ് മതിലിടരുത്, അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് അളക്കാൻ പറ്റുന്ന താലൂക്കിനോട് അവർ തലേം ദിവസം ചെന്ന് കണ്ടിട്ടാണ് ഇവർ മടങ്ങിപ്പോണത് അളക്കാതെ. മനസ്സിലായ കഥകളുണ്ട് അതിനകത്ത്. ഇവിടെ അതാണ് പ്രശ്നം. ഇത് അളന്ന് കിട്ടണ്ടേ. പഞ്ചായത്ത് പറയുന്നത് ഈ കിടാങ്ങളെ വിട്ടുണ്ടും പഞ്ചായത്ത് ഒഴിഞ്ഞേക്കാണ്. മനസ്സിലായ അപ്പോൾ ഇത് മുതലെടുപ്പുണ്ട് ഇതിനകത്ത്. ഈ മുതലെടുക്കുന്നതിന് എല്ലാ ജനങ്ങൾക്കും ജീവിക്കണ്ടേ, എനിക്ക് ജീവിക്കണ്ടേ. കണ്ടുകൂടില്ല. ഈ സുരക്ഷിതമാക്കി തരേണ്ടത് പഞ്ചായത്തിൻ്റെ കടമയല്ലേ. എന്തുകൊണ്ട് ചെയ്തില്ല? ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പറയണം. ഈ പഞ്ചായത്തിൽ പറ്റില്ല. വല്ല മനുഷ്യാവകാശ കമ്മീഷണർക്കാ അല്ലെങ്കിൽ കേരള കമ്മീഷണർക്കാ കൊടുക്കാൻ പറയണം. ഇത് ഒരു ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടപ്പോഴാണ് ഈ ചാനലിൻ്റെ ഇത് പറഞ്ഞത്. താമസിച്ചപ്പോഴേ ഉള്ള വേലി ഒന്നുമില്ല. അതിർത്തി കല്ലൊക്കെ ഊരിക്കളഞ്ഞവർ. എന്നിട്ട് ടീമെ കിട്ടിയിട്ട് വന്നു. നമുക്ക് ആളില്ല, അർത്ഥമില്ല. ഇതോടെ ഞങ്ങൾ ഇതുവരെ 9 മണിക്കൊക്കെ കിടന്ന് ഓടിയിട്ടുണ്ട്. പിന്നെ ചേച്ചിക്കാരൻ്റെ പ്രസിഡന്റ് വീട്ടിൽ കിഴക്കുമ്പുറത്ത് ചെന്ന് കിടന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതൊന്ന് അളപ്പിക്കാൻ, അത് കഴിഞ്ഞ് പടക്കാമരമൊക്കെ മുറിച്ച് കളഞ്ഞ് ഞങ്ങളുടെ പറമ്പിൽ കയറി. ഈ ഇതൊന്ന് അളപ്പിക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ അകത്തി വിടുകയാണ്. നമുക്ക് അളപ്പിക്കണില്ല. സ്ഥലം അളന്ന് കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് ആരോട് തർക്കമോ തല്ലുപിടിക്കണമെന്നൊന്നുമില്ല. കാരണം അവർ അയൽന്തരത്തുകാരാണ്. പഞ്ചായത്തിൻ്റെ 1 ഏക്കർ പഞ്ചായത്തിനെ പിടിച്ചാൽ മതി. അപ്പം സംഗതി ശരിയാവും. അവർ വന്നില്ല. എന്ത് പറഞ്ഞിട്ടും അവർ വരണില്ല. പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോൾ അളന്നിട്ട് ഇട്ടവരെ ബാബുച്ചേട്ട ഇതുണ്ട അവിടുത്തെ അപ്പുറത്തുനിന്ന് വെട്ടി കയറ്റി വീതിയൊക്കെ കൂട്ടിയിട്ട് അവിടെ പാലോ കിട്ടാണ് നമ്മുടെ പറമ്പടത് മുൻവശം കെടുക്കണം. അവിടെ മതിലിലേ കുറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പുറത്ത് സുദർശൻ ചേട്ടനും അപ്പുറത്ത് കുറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ 1 ഏക്കർ 4 പേരുടെ ഭൂമിയാണിത് മുൻവശം. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സാറ് ഇത് ഇടിപ്പിച്ച് എന്നാൽ എവിടെയെങ്കിലും 5 സെൻറ്റ് സ്ഥലം മേടിച്ച് എല്ലാവരുടെ സഹായത്താൽ ഞങ്ങളെ പാർപ്പിച്ചാൽ മതി എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ടൊന്ന് കിടക്കണം. കാരണം ഇവിടെ കിടക്കാൻ പറ്റണില്ലല്ലോ. നമ്മുടെ കട്ടക്കരുത്ത് 13-ാം വാർഡിൽ 305-ാം നമ്പർ വീട്ടിലെ താമസക്കാരാണ്. ശശി എന്നാണ് പേര്. ഞാലിയത്ത് വീട്ടുപേര്. ഞാലിയത്ത് ശശി ഭാര്യയും കൂടി ഇവിടെ താമസം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏതാണ്ട് 10-28 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നു. നാളിതുവരെ അവർക്ക് ഈ ഭൂമി കൈകാര്യം ചെയ്യാനുള്ള അവകാശം ലഭിച്ചിട്ടില്ല. അവർ ചോർന്നൊലിക്കുന്ന
ഒരു ഭാഗത്താണ് താമസിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് ഈ സ്ഥലം 7,800 ഈ ശശിയുടെ പേരിൽ പേര് ലഭിച്ചിട്ടുള്ളതാണ്. ആ ഭൂമി അവർക്ക് സ്വന്തമായി കൈകാര്യം ചെയ്യാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. മറ്റ് ചുറ്റുപാടുമുള്ള ആളുകൾ കയ്യേറുകയും അദ്ദേഹം കണ്ണില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അത് നേരിടാൻ കഴിയാതെ വരികയും പരാതിയുമായിട്ട് ഇനി കയറാനായിട്ടൊരു സ്ഥലമില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ കയറ്റമല്ലാതെ ആ കണ്ണ് കാണാത്ത ആ മനുഷ്യനെയും കൊണ്ട് ആ സ്ത്രീ കളക്ട്രേറ്റ് മുതൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കയറി പരാതികൾ പറയുകയും കേണപേക്ഷിക്കുകയും എല്ലാം ചെയ്തിട്ട് നാളിതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. എൻ്റെ അടുത്ത് എപ്പോഴും അവർ എന്നെ വന്ന് സമീപിക്കാറുണ്ട്, വിളിച്ച് പറയാറുണ്ട്. എങ്കിലും ഞാനും ഇവിടെ പല കാര്യങ്ങളൊക്കെ ശ്രമം നടത്തിയെങ്കിലും ഒരു പരിധിവരെയും ഒരു കാര്യവും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇത് പൊതുജനം അറിയുകയും മറ്റുള്ള നിയമ നടപടികൾ നടത്തുന്നതിനുള്ള എന്താണ് സാങ്കേതിക തടസ്സങ്ങളെന്ന് അന്വേഷിക്കേണ്ട ആളുകൾ പരാതിപ്പെട്ടാലൊന്നും ഇതെല്ലാം നടക്കില്ലെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ പല അനുഭവങ്ങളിലും മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങൾ ജനം അറിയുകയും അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല ഈ പറയുന്ന പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പല ഓഫീസുകളിലും നല്ല നല്ല ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ എല്ലാം ശ്രദ്ധയിൽ വന്ന് ആ മേൽഘടകങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്ത് ഇവർക്കൊരു പരിഹാരം കണ്ടെത്തും എന്നുള്ളൊരു തോന്നലിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. കാരണം ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇതുപോലുള്ള പല കേസുകളിലും ഞാൻ ബന്ധപ്പെടുകയും പല കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ചെറിയ രീതിയിലൊക്കെ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ പല കാര്യങ്ങളും പലരുമായിട്ട് MLA അടുത്ത് ബന്ധപ്പെടുകയും പല തരത്തിലുള്ള പല ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ട് ഇതിനൊരു ഫലവത്തായിട്ട് കാണാൻ ഇനി ഒരു 5-6 കൊല്ലം കൊണ്ട് ഇതിൻ്റെ കുറേ പല കാര്യങ്ങൾക്കും വേണ്ടി നടക്കുന്നത്. അപ്പോൾ അവസാന നിമിഷം എനിക്കിത് ഇങ്ങനെ ഇതുമായിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനൊരു യഥാർത്ഥ സ്ഥിതി ജനത്തെ ഒന്ന് അറിയിക്കാനും അതിൻ്റെ ആധികാരികമായിട്ടുള്ള ആളുകളെ അറിയിക്കാനും വേണ്ടി മാത്രം ആണ് ഈ കാര്യങ്ങൾ എനിക്ക് പറയാനും അത് ചെയ്യിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് നീതി ലഭിക്കുമെങ്കിൽ നീതി കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.